നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കരുത്തുകാട്ടിയതോടെ PV അൻവറിന്റെ UDF പ്രവേശന ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ്. അൻവറിന്റെ UDF പ്രവേശനം മുന്നണി ആലോചിക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. എന്നാൽ അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നും പ്രതികരിച്ചില്ല. തനിച്ചു മത്സരിച്ച 20,000 വോട്ട് നേടിയതോടെയാണ് അൻവറിന്റെ UDF പ്രവേശന ചർച്ചകൾ വീണ്ടും സജീവമായത്. അൻവറിന് മണ്ഡലത്തിൽ സ്വാധീനമുണ്ടെന്ന് UDF നേതാക്കൾ പരസ്യമായി തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു. അൻവറിന് മുന്നിൽ മുന്നണിയുടെ വാതിലുകൾ അടഞ്ഞിട്ടില്ലെന്ന് നേതാക്കളുടെ വാക്കുകൾ വ്യക്തമാക്കുന്നു. UDFന് ഒറ്റയ്ക്ക് ജയിക്കാൻ സാധിച്ചു. ആരൊക്കെ കൂടെയുണ്ടോ അത്രയൊക്കെ കൂട്ടാവുന്നവരെ കൂടുന്നത് നല്ലത് തന്നെ. പക്ഷേ ഞങ്ങൾ ആരെയും കൂട്ടാതിരുന്നിട്ടില്ല, പ്രത്യേകിച്ച് അൻവറിൻ്റെ കേസിൽ. അത് UDF കൂട്ടായിട്ട് ആലോചിച്ചിട്ട് ചർച്ചകൾ നടക്കുന്നു, ആലോചിച്ചിട്ട് തീരുമാനമെടുക്കുന്നു. VD സതീശനുമായി വ്യക്തിപരമായ പ്രശ്നങ്ങളില്ലെന്ന് പറഞ്ഞ അൻവർ ഇന്നലെ തന്നെ UDFുമായി അനുരഞ്ജനത്തിൽ തയ്യാറെന്ന് വ്യക്തമാക്കി. എന്നാൽ അൻവർ വിഷയത്തിൽ ഒന്നും പറയാനില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ്. അതേ നിലപാട് തന്നെയാണ് തനിക്കെന്നും ആര്യാടൻ ഷൗക്കത്ത്. തെരഞ്ഞെടുപ്പിന് മുൻപാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷമാണെങ്കിലും എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ. ഞാനല്ല അൻവറിനെ എടുക്കുന്നത്, ഞാനല്ല അൻവറിനെ എടുക്കണ്ട എന്ന് പറയുന്നത്. അത് തീരുമാനം എൻ്റെ നേതൃത്വമാണ്, UDF നേതൃത്വം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് അൻവറിനെ കൂടി മുന്നണിയുടെ ഭാഗമാക്കുന്നതാണ് നല്ലതെന്ന് വലിയ വിഭാഗം UDFിൽ കരുതുന്നുണ്ട്. എന്നാൽ ചർച്ചകൾക്ക് ആര് മുൻകൈയെടുക്കുമെന്ന കാര്യത്തിലാണ് ആശയക്കുഴപ്പം. ലീഗിന്റെ കൂടി നിലപാട് പരിഗണിച്ചായിരിക്കും തുടർ തീരുമാനം. 24 നിലമ്പൂർ.